ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. നീ എന്തിനാ ലീവ് എടുത്ത്? അങ്കിൾ വരുമ്പോ സ്വരമായിട്ട് സംസാരിക്കാമെന്ന് കരുതിയ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എനിക്കൊരു കല്യാണപ്പതി ഉണ്ടായോ? ഇയാളേതാ? ഇത് ഗോപാലകൃഷ്ണൻ പണിക്കര്. ഓ, നിന്റെ കല്യാണ ബ്രോക്കർ ആയിരിക്കും. ഇവൻ എന്റെ ക്ലാസ്മേറ്റാ. ഈ ബാഗും കൊടയോ കണ്ടപ്പോ സംശയിച്ചു പോയതാ. ഇരിക്കും. അങ്കിൾ മനസ്സിലായില്ലേ പൂങ്കിനാവ് വാരികയുടെ? മനസ്സിലായി. പത്രല്ലേ? ഞാൻ പണ്ട് പൂങ്കിനാവ് വാരികയിൽ ഒരു ചെറുകഥ അയച്ചിരുന്നു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞു. പ്രസിദ്ധീകരിച്ചോ? ഇല്ല, കണ്ടില്ല. കൊള്ളുകയല്ലായിരിക്കും. അതായിരിക്കും. പിന്നെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്നൊരു പങ്ക്തിയിലെ ഞാനൊരു ചോദ്യം അയച്ചിരുന്നു. അതിനും മറുപടി കണ്ടില്ല. ചോദ്യത്തിൽ കഴമ്പില്ലായിരിക്കും. അതായിരിക്കും. പൂങ്കിനാവ് വാരികയ്ക്ക് ഒരു നിലവാരമുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും താഴെ പോരാൻ ഒക്കുകയല്ല. കാരണം ഞാനാണ് അതിന്റെ പത്രാധിപൻ. സമൂഹത്തിലെ അനീതിക്കെതിരെ ഒരു പടവാളാണ് പൂങ്കിനാവ്. അയ്യോ, അതെനിക്കറിയാം. എവിടെയെങ്കിലും കൊലപാതകമോ കത്തിക്കുത്തോ എന്തെങ്കിലും നടന്നാൽ ഉടനെ പൂങ്കിനാവ് വാരികയിൽ എന്റെ ഫുൾ റിപ്പോർട്ട് കാണും. കത്തി കൊണ്ട് കുത്തുന്നതിന്റെ, മനുഷ്യന്റെ കൊടൽമാല പുറത്തിയാടുന്നതിന്റെ ഒക്കെ മനോഹരമായ 5-6 ഫോട്ടോയും കാണും. അതെ, വായനക്കാർക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. അതുള്ളതാ. കല്യാണക്കാരി അച്ഛനെ അറിയിച്ചോ? ഇല്ല. എങ്ങനെങ്കിലും അങ്കിള് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം. കുഴപ്പം പിടിച്ച കേസ് വല്ലതും ആണോ? അമ്മാവനോട് സത്യം പറ, സംഗതി ലവ് അഫെയർ ആണ്. ലവ് അഫെയർ ആണ്. നീ ആള് കൊള്ളാമല്ലോടാ മരുമോനെ. സാറ് വിചാരിക്കുന്ന പോലുള്ള ഒരു ലവ് അഫെയർ അല്ല. ഇവൻ അങ്ങോട്ട് മാത്രമുള്ള ലവ്. അക്കാര്യമൊന്നും ചോദിച്ച് സാർ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം. സത്യത്തിൽ ഇല്ലെങ്കിൽ അവൻ തൂങ്ങിച്ചാവും. അത്രയ്ക്ക് മൂത്തു. പിന്നെ പെണ്ണിന്റെ വീട്ടുകാര് സാമ്പത്തികപരമായിട്ട് അല്പം വീക്കാണ്. അല്ല, അതുകൊണ്ട് ഇവനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇഷ്ടപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടി വരും. സാഹചര്യം ഇറങ്ങേറ്റാ മതി. അല്ല, ഒരു മനുഷ്യജീവന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാ സാറിയ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നു എന്നുള്ള കാര്യം അമ്മാവനോട് പറയണ്ട. അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾക്ക് അതെ നമ്മളെ രണ്ടുപേരും കൂടെ ആദ്യം വീട്ടിലേക്ക് ചെല്ലുന്നു. പെൺകുട്ടി ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് അമ്മയെ ചാക്കിട്ട് പിടിക്കുന്നു. പെൺകുട്ടിക്ക് എന്നെ അത്ര പത്യമല്ല. അതുകൊണ്ട് എന്റെ പരിചയക്കാരനാണ് സാറ് എന്നുള്ള കാര്യം അവനോട് മാത്രം പറയണ്ട. ബാക്കി ഞാൻ ഏറ്റുന്നു. അങ്ങോട്ട് പോയി. മീര വന്നോ അമ്മേ? ഇല്ല. ഇത് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ അമ്മാവനാ. വന്നാട്ടെ. അമ്മ അല്ലേ? അതെ. പൂങ്കിനാവ് കാണാറുണ്ടോ? അയ്യോ അമ്മേ, അമ്മ വിചാരിക്കുന്ന കിനാവല്ല. ഇത് പൂങ്കിനാവ് വാരിക. പുള്ളി അതിന്റെ പത്രാധിപനും ഉടമസ്ഥനും എല്ലാം. ഇരുന്നാട്ടെ. എന്റെ അനന്തരവൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവന്റെ അച്ഛൻ അവനെ ഒരു വക്കീലാക്കാൻ ആഗ്രഹിച്ചപ്പോഴും അവന്റെ അമ്മ അവനെ ഒരു എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹിച്ചപ്പോഴും ഞാനാ എതിര് നിന്നിട്ടുള്ളത്. അതെ, അവന്റെ സ്വഭാവത്തിലെ ആ ഒരു പോലീസ് കണ്ണ് കണ്ടെത്തത് ഞാനാ. എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. എന്റെ അനന്തരവനും ആ ജനസിൽപ്പെട്ടവനാണല്ലോ. എന്നെ പോലെ ധീരനുമാണ്. ഞാൻ വാരികയിൽ കൂടെയും അവൻ പോലീസിൽ കൂടെയും അനീതിക്കെതിരായിട്ട് നിരന്തരമായിട്ട് ശബ്ദിച്ചോണ്ടിരിക്കുക. അതെ, ഞാനാണ് ഈ ആലോചന കൊണ്ടുവന്നെന്ന് മീര അറിയണ്ട. ഇഷ്ടപ്പെടില്ല. ഈ കല്യാണം നടന്നാലുള്ള ആഗ്രഹം കൊണ്ടാണേ. ചെറുക്കന്റെ അച്ഛനും അമ്മയും ഇത്തിരി യാഥാസ്ഥിതികരാ. എങ്കിലും എന്റെ അഭിപ്രായം അവഗണിക്കില്ലെന്ന് കരുതിക്കോളൂ. അത് സ്ഥിതിഗതികളൊക്കെ. സ്ഥിതിയിലും ഗതിയിലും ഒന്നും എനിക്ക് താല്പര്യമില്ല. പെൺകുട്ടിയുടെ ജോലിയോ ശമ്പളമോ എന്റെ അനന്തരനെ ആകർഷിക്കാനും ഇടയില്ല. വിവാഹം കഴിഞ്ഞാൽ അവളുടെ ശമ്പളം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയവും വേണ്ട. മക്കളോട് സ്നേഹമുള്ള ഒരമ്മയും അങ്ങനെ വിചാരിക്കില്ല. ഞാൻ പറഞ്ഞത് വേണ്ട, ഒന്നും ഇനി ഇങ്ങോട്ട് പറയണ്ട. അതല്ല, അവനെ ഇഷ്ടപ്പെടുവോന്നായിരിക്കും. കൊള്ളാം. ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രഥമ ദൃഷ്ട്യാ കാരണങ്ങളൊന്നും കാണുന്നില്ല. ഇഷ്ടപ്പെടാനാണെങ്കിൽ 1000 കാരണങ്ങളുണ്ട് താനും. അമ്മേ, അമ്മ എന്ന് വെച്ചാൽ ചായ ഇട്. എല്ലാം മംഗളായി കലാശിക്കും. ചെല്ലേ സാറേ, ദേ ആ പെൺകുട്ടി വരുന്നുണ്ട്. സാറൊന്ന് ഇംപ്രസ് ചെയ്യിക്കണം.
ഞാനിവിടെ എന്നാ ശരിയാവത്തില്ല.